സ്വാഗതം. ഇന്ന് ഞാൻ എന്നെ തന്നെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, വീഡിയോയ്ക്ക് സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട്. മാക്സിമം സൗണ്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എന്ത് കാരണത്താലായിരിക്കും അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ മൈക്കില്ല, അതൊരെണ്ണം വാങ്ങണം. മോണിറ്റൈസേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം മൈക്ക് വാങ്ങുന്നുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെന്താ, ഞാൻ എന്നെക്കുറിച്ച് തന്നെ പറയാം എന്ന് പറഞ്ഞല്ലോ. എൻ്റെ പേര് മണി എന്നാണ്. എൻ്റെ നാട്, സ്വന്തം നാട് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് കരിമണ്ണൂർ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലാണ് കേട്ടോ. വളരെ മനോഹരമായൊരു ഗ്രാമം, തോടും പാടങ്ങളും ഒക്കെയുള്ളൊരു നല്ല കൊച്ചു ഗ്രാമം. അവിടെയാണ് ഞാൻ ജനിച്ചത്. പിന്നെ ഒരു 17, 18, 19 ആ കാലയളവിൽ 18 വയസ്സ് ഇവിടേക്ക് തൃശ്ശൂർ ജില്ലയിലേക്ക് പറിച്ച് നടപ്പെട്ടു. ഇപ്പോൾ ഞാനൊരു അംഗൻവാടി ടീച്ചറാണ്. 16 വയസ്സിൽ 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷ എഴുതിയിരിക്കുന്ന സമയത്ത് തന്നെ മൂത്ത ആങ്ങളുടെ നിർദ്ദേശപ്രകാരം പെൺകുട്ടികളത്തിലൊക്കെ പഠിച്ചാൽ മതി, പണിക്കിറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അന്ന് തുടങ്ങിയ ഒരു ജീവിത കഷ്ടപ്പാട് ഇപ്പോഴും എൻ്റെ ചുമലുകളിൽ തന്നെയുണ്ട്. അപ്പോൾ ഞാൻ ചെറിയ ക്ലാസ്സിൽ UP സ്കൂൾ വരെ പഠിച്ചത് അവിടെ ഒരു NSSൻ്റെ സ്കൂളുണ്ടായിരുന്നു. അവിടെയാണ്, പന്നൂർ എന്ന് പേരായിട്ട് ഒരു സ്ഥലം. പിന്നെ 8ാം ക്ലാസ് മുതൽ ഞാൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം 10ാം ക്ലാസ് വരെ പഠിച്ചത് കരിമണ്ണൂർ സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിലാണ്. ഈ വിദ്യാലയങ്ങൾ ആണ് ഇന്നെന്നെ ഞാനാക്കി മാറ്റിയത്. അത്രയ്ക്കും പ്രിയപ്പെട്ടതാണ് എല്ലാവരെയും പോലെ തന്നെ എനിക്കും എൻ്റെ നാടും എൻ്റെ വിദ്യാലയങ്ങളും. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്നും അവിടെ നിങ്ങട് മനസ്സുകൊണ്ട് പോന്നിട്ടില്ല. അവിടെ തന്നെയാണ് എൻ്റെ മനസ്സെപ്പോഴും. ആ തോടും പാടവും തോട്ടങ്ങളും പറമ്പുകളും കാറ്റും മഴയത്തും വിറക് പറക്കാനും. ഞങ്ങളുടെ തന്ന ഓലപ്പരയായിരുന്നു. ആ സമയത്ത് ഓല പറക്കാനൊക്കെ പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ അന്ന് ക്ലോക്കും സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ നേരെ മൂത്ത ചേച്ചി, എൻ്റെ പല വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അംബിക. അവൾ എന്നെ വിളിക്കും. ഒരു 2 ബാറ്ററിയുടെ എവറിയുടെ 2 ബാറ്ററി ഇട്ട ഒരു സ്റ്റീലിൻ്റെ ടോർച്ചാണ് കേട്ടോ അന്നുള്ളത്. അപ്പോൾ എന്നെ വിളിക്കും. ഈ ഓലപ്പുരയുടെ ഓട്ടകളിൽ കൂടി നോക്കുമ്പോൾ ആകാശത്ത് ചന്ദ്രനെ കാണാൻ പറ്റും, പൂർണ്ണ ചന്ദ്രൻ അല്ലെങ്കിൽ നിലാവുള്ള സമയത്തൊക്കെ. നേരം വെളുത്തു എന്നുള്ള ധാരണയിൽ അന്ന് ഈ പറഞ്ഞ മാതിരി സമയം നോക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. എന്നെയും കൂട്ടിയിട്ട് പോകും. എനിക്കാണെങ്കിൽ പേടിയാണ്, എനിക്ക് പ്രേതഭൂത പിശാചുക്കളെ ഭയങ്കര പേടിയാണ്. അപ്പോൾ പുതപ്പൊക്കെ പുതച്ചിട്ടാണ് പോണത്. അങ്ങനെ പോയിട്ട് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കണ്ടുവച്ചിട്ടുണ്ടാവും തെങ്ങിൻ്റെ മണ്ടയിലൊക്കെ ഓല. അപ്പോൾ എന്നെ ഒരു നിർത്തി, നീ ഇവിടെ നിൽക്കുക, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഓലയും പൊരിച്ചുകൊണ്ട് വരും. അയ്യോ, പേടിച്ച് വിറച്ചിട്ടാണ് നിൽക്കണേ. പോകാതിരിക്കാൻ പറ്റില്ല. അതെന്തോ അങ്ങനെ ഒരു സംവിധാനമാണ്. നമ്മളറിയാതെ ഇറങ്ങി ഈ ചൂട്ട് പറക്കാനായിട്ട് പോകും, അറിയാതെ അങ്ങനെ സംഭവിച്ചു പോകും. അങ്ങനെയൊക്കെ ഒരു കാലം കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞു എനിക്ക് തന്നെ ഓർമ്മയില്ല. അത് കൊണ്ടുവന്നിട്ട് അമ്മ അത് കീറി ചെത്തിച്ച് കെട്ടാക്കിയിട്ട് ഞങ്ങൾ തന്നെ അത് തോട്ടി കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ മുക്കിയിടും. വെള്ളത്തിൽ ഒരുപാട് വെള്ളമൊന്നും ഉണ്ടാവില്ല, വേനൽക്കാലത്താണല്ലോ. അപ്പോൾ വെള്ളത്തിൻ്റെ കുഴികളുള്ള സ്ഥലത്തൊക്കെ ഇട്ടിട്ട് വലിയ കല്ലൊക്കെ ഓലക്കെട്ടിന് മേലെ കയറ്റി വെച്ചിട്ട് ഇതിങ്ങനെ വെള്ളത്തിൻ്റെ അടിയിലാക്കും. ഒരു 3-4-5 ദിവസം എന്ന് തോന്നണം. അത് കഴിയുമ്പോഴത്തേക്കും ചെല്ലും, ആ കല്ലൊക്കെ പറക്കി മാറ്റിയിട്ട് അത് കെട്ടൊക്കെ അഴിച്ചിട്ട് ഓരോന്നായിട്ട് കഴുകി പറക്കി കരയിൽ വെച്ചിട്ട് കെട്ടി വീട്ടിലേക്ക് കൊണ്ടുവരും. പിന്നെ രാത്രി സമയങ്ങളിലൊക്കെ ഞങ്ങൾ അങ്ങനെ ഇരുന്നത് ഓലമടയും നമ്മൾക്ക് വീട് മേയാനുള്ളതൊക്കെ ആവശ്യത്തിനെടുത്തിട്ട് ബാക്കി പുറമേ വിൽക്കും. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം. അത് ഇപ്പോഴും പേടി. അയ്യോ, രാത്രി ഇറങ്ങിപ്പോണ കാര്യം ആലോചിക്കുമ്പോൾ പേടിയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ മനസ്സിന് നല്ലൊരു സന്തോഷമൊക്കെ തോന്നും ആ കാലങ്ങൾ. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്നെ പഠിക്കാനായിട്ട് പിന്നെ വിട്ടില്ല. റിസൾട്ട് പറഞ്ഞതിന് മുമ്പ് തന്നെ മൂത്ത ആങ്ങളെ പറഞ്ഞു, പണിക്കിറങ്ങിക്കോ. അങ്ങനെ ഒരു 2-3 വർഷക്കാലം അവിടെ 16 വയസ്സ് തുടങ്ങിയൊരു ജീവിത ബലി. അങ്ങനെ പിന്നെ ഞാൻ ഒരു 18 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ ഇവിടേക്ക് പോന്നു കഴിഞ്ഞപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് കഷ്ടപ്പാടില്ലെങ്കിലും ഇവിടെ മൊത്തത്തിലൊരു കൃഷി കൈകാര്യം ചെയ്യുന്ന സ്ഥലമാണ്. കുമ്പളം, പടവലം, പാവൽ, ഇതൊക്കെ. അയ്യോ, എന്തോരം വലിയ കുമ്പളങ്ങയൊക്കെയാണെന്ന് പറയും. ഈ നാട്ടിൽ വന്നിട്ട് ഒരാൾ വലിപ്പത്തിനുള്ള കുമ്പളങ്ങയൊക്കെ കണ്ട നാടാണിത്. അത് കൃഷിയായിട്ട് ചെയ്തിട്ട് മണ്ണിക്കട ഇങ്ങനെ പടർത്തി വിടുക. തൂമ്പ കൊണ്ട് ചേട്ടന്മാരൊക്കെ ഇങ്ങനെ
കിളച്ച് വലിയ ഏരിയൊക്കെ മാടി വെച്ചിട്ട് അതിൽ കൂടെ കുമ്പളൊക്കെ ഒരു വിട്ടിട്ട് പിന്നെ വലിയ കാട്ട് ഇത് ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. കാട്ടുമരങ്ങളുടെ കമ്പൊക്കെ വെട്ടിയിട്ടിട്ട് ഇങ്ങനെ കുമ്പളത്തിൻ്റെ തല അതിൽ കൂടെ ഇങ്ങനെ പടർന്ന് കയറിപ്പോയിട്ട് പിന്നെ കുമ്പളങ്ങി ഉണ്ടാവും വലിയതായിട്ട് ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ കിടക്കണ്ടാവും കുറേ കുമ്പളങ്ങി. അങ്ങനെയൊക്കെ കണ്ട ആ കാലഘട്ടം. ഇപ്പോൾ അതൊന്നുമില്ല, പക്ഷേ കൃഷിയൊക്കെ നിന്ന് പോയി. പിന്നെ നിറച്ച് കശുമാവും തോട്ടമായിരുന്നു ഇവിടെ മുഴുവനും. ഇപ്പോൾ അതൊന്നുമില്ല, ആളുകളൊക്കെ അങ്ങനെ വെട്ടി നശിപ്പിച്ച് റബ്ബറാണ് മൊത്തം. അങ്ങനെ ഇവിടേക്ക് കുടിയേറി വർത്തു. ഇതൊരു കുടിയേറ്റ മേഖലയായിരുന്നു അന്ന്. തൃശ്ശൂർ ടൗണിലേക്ക് ഇവിടുന്ന് 1 മണിക്കൂർ യാത്ര. അപ്പോൾ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും വിവാഹം കഴിഞ്ഞു. ഒരു 17 വർഷക്കാലത്തെ വിവാഹ ജീവിതം ഉണ്ടായിരുന്നു. 2 പെൺകുട്ടികൾ. 6 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് രണ്ടാളും തമ്മിൽ. മൂത്താൾ ശാലിനി, രണ്ടാമത്തെ ആൾ പാർവതി. ശാലിനിയുടെ വിവാഹം കഴിഞ്ഞു. മോൻ്റെ പേര് ശരത്ത് എന്നാണ്. തൊട്ട് ചേർന്നിട്ടാണ് വീട്. ഞാനിവിടെ വീട് വെച്ചത് മോളുടെ ഒറ്റയ്ക്കായതുകൊണ്ട് മോളുടെ അടുത്തേക്ക് എന്നുള്ള രീതിയിൽ ചേർന്ന് സ്ഥലം വാങ്ങി വീട് വെച്ചതാണ്. ഈ സ്ഥലം വാങ്ങി വീട് വെച്ചു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ പഠിച്ച സ്കൂളുണ്ടല്ലോ, ഹൈസ്കൂള്, അവിടുത്തെ എൻ്റെ സഹപാഠികൾ 10ാം ക്ലാസ്സിൽ 8 തൊട്ട് 10 വരെ ഒന്നിച്ച് പഠിച്ച കുട്ടികൾ അധികം ആളുകളും വിദേശത്താണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഫ്ലവർലെറ്റ്, മെർലിൻ, അൽഫോൻസ് ജോസ്, ഷിബു, സുനിൽ, സിനോജ്, അങ്ങനെ സുധീർ, അങ്ങനെ കുറേ സുഹൃത്തുക്കൾ കൂടിയിട്ടാണ് ഞാൻ മൂത്ത മോളുടെ വിവാഹം കഴിഞ്ഞപ്പോൾ താമസിച്ചിരുന്ന വീട് എനിക്ക് വിൽക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ വീട് വിൽക്കാന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വലിയ വിലയൊന്നും വിചാരിക്കരുത് കേട്ടോ. അന്ന് ഏതാണ്ട് ഒരു 3.5 ലക്ഷം രൂപയ്ക്ക് എങ്ങാണ്ടാന്ന് തോന്നുന്നു അത് നടന്നത്. മെമ്മറി ഒന്നും വർക്ക് ചെയ്യാണ്ടായി എന്ന് പറയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വാടകയ്ക്കായിരുന്നു ഒരു 4 വർഷം. ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചിയുടെ മോളുണ്ടായിരുന്നു എൻ്റെ കൂടെ. അങ്ങനെ 4 വർഷം വാടകയ്ക്ക് താമസിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ കൂട്ടായ്മ രൂപപ്പെടുന്നത്. ഞാനിവിടെ എന്നും എൻ്റെ ഓർമ്മ മുഴുവനും എൻ്റെ ജീവൻ എന്ന് പറയുന്നത് എൻ്റെ നാട്ടിൽ തന്നെയാണ്, കരിമണ്ണൂർ. ഞാനിവിടെ ഇങ്ങനെ ആളായിട്ട് താമസിക്കുന്നു എന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ എൻ്റെ മൂത്ത മോള് എന്നെ വിളിക്കുകയാണ്, അമ്മ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നെ വിളിക്കുന്നു അവർ. അങ്ങനെ സംഭവിച്ചു. ഇത്ര ദൂരം ആണെങ്കിലും ഇത്ര കാലം അകന്ന് നിന്നു എങ്കിലും അവരെന്നെ വിളിച്ചു. അങ്ങനെ ആ കൂട്ടായ്മയിൽ പങ്കാളിയായി. എൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു. എനിക്ക് അതിൽ എടുത്തു പറയാവുന്നത്, സ്ഥലം വാങ്ങിയത് മെർലിൻ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ്. അത് കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരും കൂടി വിചാരിച്ചു, മണിക്ക് നമുക്കൊരു വീടും കൂടി ചെയ്യാം. അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന എൻ്റെ ഈ സ്വപ്ന സവിധം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാനെന്ന് പറഞ്ഞ വ്യക്തി. അങ്ങനെ ഇപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് കയറി കിടക്കാനൊരു വീടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫെബ്രുവരി 28-ാം തീയതിയോട് കൂടിയിട്ട് മാർച്ച് 1-ാം തീയതി മുതൽ ഞാൻ ലീവാകും. മോള് ഇപ്പോൾ 8 മാസത്തിലേക്ക് ആവുന്നു. 8 കഴിഞ്ഞ് പിന്നെ ഏത് സമയത്ത് വേണമെങ്കിലും പ്രസവം നടക്കാം. ഈ പരിസരത്തൊന്നും പകൽ സമയങ്ങളിൽ ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ എനിക്ക് മോളെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാനായിട്ട് തീരെ ധൈര്യമില്ല. കാരണം ഇങ്ങോരെന്ന് പറഞ്ഞാൽ എൻ്റെ മുഖമൊന്ന് വാടുന്നത് സഹിക്കില്ലാത്ത ആളാണ്. അപ്പോൾ ചെറിയ ഇങ്ങനെ ഒരു പ്രസവത്തിൻ്റേതായ സൂചനകളൊന്നും വന്നാൽ ചിലപ്പം എന്നോട് പറഞ്ഞു എന്ന് വരില്ല. ഞാൻ അംഗൻവാടിയിലാണ്. ഇവിടെ ബസ് സൗകര്യമൊന്നുമില്ല. ഓട്ടോറിക്ഷ ആണെങ്കിൽ തന്നെ നമ്മൾ ആവശ്യത്തിന് വിളിച്ചാൽ ഒരെണ്ണം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എനിക്ക് നല്ല പേടിയാണ്. ആ സമയം എങ്ങനെയായിരിക്കും, ഒരു പെയിൻ വരുന്ന സമയം ഒറ്റയ്ക്കാക്കിയിട്ട് പോയാൽ എന്താവും? ചെറിയ എന്തെങ്കിലും ഒരു സൂചന ചിലപ്പോൾ ദൈവം കാണിക്കുള്ളായിരിക്കാം. അത് ഈ പ്രസവത്തിന് വേണ്ടിയിട്ടാണ് എന്ന് കുട്ടി അറിയാതെ എന്നോട് പറയാം, മാറിക്കോളും എന്ന് വിചാരിച്ചിട്ട് എന്നോട് പറയാതെയൊക്കെ ഇരുന്നാൽ എന്താകും? അങ്ങനെയൊക്കെയുള്ളൊരു നല്ല ടെൻഷനുണ്ട്. ഒരു 10-12 വർഷമായിട്ട് അച്ഛനും അമ്മയും ആയിട്ട് എൻ്റെ മക്കൾക്ക് ഞാൻ മാത്രം ഉള്ളൂ. അത് കാരണം ഒരു പ്രസവം എന്നൊക്കെ പറയുമ്പോൾ ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് പ്രാധാന്യമുണ്ട്. പ്രസവം മാത്രമല്ല, എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ഞാൻ എൻ്റെ മക്കളെ വളർത്തിക്കൊണ്ട് വന്നത്. ഒരു നല്ല കുട്ടികളാണ് അവർ രണ്ടുപേരും, നല്ല കുട്ടികളാണ്. ആരെക്കൊണ്ടും ഒരു അനാവശ്യം പറയാൻ, അങ്ങനെയാണ് ഞാൻ അവരെ വളർത്തി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ
ഈ അത്യാവശ്യ ഘട്ടത്തിൽ ഞാൻ ജോലിക്ക് പോയാൽ അത് ചിലപ്പോൾ എനിക്കൊരു വേദനയായിട്ട് വിഷമമായിട്ട് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് രണ്ടും കൽപ്പിച്ച് ഞാൻ മാർച്ച് 1 തൊട്ട് ലീവ് എടുക്കുകയാണ്. അപ്പം ഞാൻ യൂട്യൂബിൽ ഒരു ഏതാനും കുറച്ച് ദിവസം മുമ്പ് തൊട്ടിട്ടാണ് നല്ല വീഡിയോസൊക്കെ അങ്ങനെ ഇട്ട് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുവരെ എനിക്ക് അത്ര വാച്ച് അവർ ഒന്നും കയറി വരുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ പക്ഷേ വാച്ച് അവറൊക്കെ കൂടി വന്നു തുടങ്ങിയിട്ടുണ്ട്. അടുത്ത മാർച്ച് 31 ഒരു മോണിറ്റൈസേഷന് ഒക്കെ ആവണം എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം വേറെ വരുമാന മാർഗ്ഗമൊന്നും ഇപ്പം നിലവിൽ എൻ്റെ മുന്നിൽ ഇല്ല. എല്ലാം മോളുടെ ചെക്കൻ്റെ തോളുകളിൽ വെച്ച് കൊടുക്കാം എന്നുള്ളൊരു അവ രണ്ടാളും നല്ല കുട്ടികളാണ്, അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ പക്ഷേ സ്വന്തമായിട്ട് 5 പൈസ ഉണ്ടാവണം അല്ലോ. ഇനിയിപ്പോൾ പ്രസവം ബാക്കി കാര്യങ്ങൾ ഒക്കെ ചെയ്യണം. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. ഇനിയും എൻ്റെ കൂടെ എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് എൻ്റെ ഒപ്പം ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഏതാണ്ട് ഒരു 4000 സബ്സ്ക്രൈബേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, എത്താറാവണം. പക്ഷേ ഈ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കില്ല നമ്മുടെ വീഡിയോസ് അധികം കാണുന്നത്, അത് വേറെ കാര്യം. അപ്പോൾ കാണുന്ന എല്ലാവരും എന്നെ ഒന്ന് സബ് ചെയ്യാനും എൻ്റെ വീഡിയോസ് കാണുന്നവരൊന്ന് അങ്ങനെ തോണ്ടി മാറ്റി കളയാണ്ട് മുഴുവനും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാട് കയറിപ്പോയോ അറിയില്ല. എന്തായാലും അടുത്ത വീഡിയോ അങ്ങോട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിർത്താം കേട്ടോ.